അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അബുദാബിയിലെ ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ക്യാപിറ്റൽ ന്യൂസ്. ഇന്ത്യയിൽ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും ഇന്ത്യ UAE ബന്ധം ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഇന്ത്യൻ അംബാസഡർ TP സീതാറാം അബുദാബിയിൽ മലയാളി സമാജത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അബുദാബി മലയാളി സമാജം 2014-2015 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്ത്യൻ അംബാസഡർ TP സീതാറാം നിർവഹിച്ചു. ചടങ്ങിൽ പത്മശ്രീ MA യൂസഫ് അലി മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യയിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഇന്ത്യ UAE ബന്ധം ശക്തമായി മുന്നോട്ടു പോകുമെന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ അംബാസഡർ പറഞ്ഞു. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം പൂർവാധികം ശക്തമാക്കാനാണ് ഏത് ഭരണകൂടവും ശ്രമിക്കുക. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ UAEയിലുള്ളതിനാൽ വിദേശ നയത്തിൽ വലിയ മാറ്റം വരുത്താൻ മാറിവരുന്ന സർക്കാർ ശ്രമിക്കുകയില്ല. ഇന്ത്യ UAEയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. ഇന്ത്യ UAE വാണിജ്യ വിനിമയം $75 ബില്യൺ. ഇത് മെച്ചപ്പെടുത്താനാണ് ഏത് ഗവൺമെന്റും ശ്രമിക്കുക. ഇന്ത്യൻ എംബസി എല്ലാ ഇന്ത്യക്കാരുടെയും സ്ഥാപനമാണ്. എംബസിയിൽ സാധാരണക്കാരായ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഇടമാണ് എന്ന അഭിപ്രായം മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിനുള്ള സമയം മുൻകൂട്ടി വാങ്ങാതെ പ്രവൃത്തി ദിവസങ്ങളിൽ ആർക്കു വേണമെങ്കിലും രാവിലെ 10-നും ഉച്ചയ്ക്ക് 12-നും ഇടയിൽ എംബസിയിൽ വന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹാരം തേടാനും സാധിക്കുമെന്നും അംബാസഡർ അറിയിച്ചു. പ്രവാസികളായ നമ്മൾ പരസ്പരം യോജിച്ച് ഇനി മുതൽ പ്രവർത്തിക്കണമെന്നും മറ്റുള്ളവരുടെ മുൻപിൽ ഇന്ത്യക്കാരുടെ യശസ് ഉയർത്തും വിധം പ്രവർത്തിക്കണമെന്നും മുഖ്യ അതിഥിയായി ചടങ്ങിൽ സംബന്ധിച്ച MA യൂസഫ് അലി പറഞ്ഞു. സമാജം വനിതാ വിഭാഗത്തിൻ്റെയും ബാലവേദിയുടെയും പ്രവർത്തന ഉദ്ഘാടനം ദീപ സീതാറാം നിർവഹിച്ചു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് P ബാവ ഹാജി, D നടരാജൻ, MU വാസു, T അബ്ദുൽ സമദ്, TA നാസർ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളി സമാജം വനിതാ വിഭാഗം കൺവീനർ രേഖ ജയകുമാർ, മുൻ കൺവീനർ തനു താരിഖ് എന്നിവർ അതിഥികളെ പരിചയപ്പെടുത്തി. പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സുരേഷ് പയ്യന്നൂർ സ്വാഗതവും ട്രഷറർ ഫസലുദ്ദീൻ നന്ദിയും പറഞ്ഞു. അബുദാബിയിലെ സാമൂഹ്യ സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിച്ച ഭരതാഞ്ജലി ശ്രദ്ധേയമായി. 15ഓളം കുരുന്നുകളുടെ അരങ്ങേറ്റമാണ് നടന്നത്. ഇന്ത്യ സോഷ്യൽ സെന്ററിൽ ക്ലാസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ഭരതാഞ്ജലിയിൽ 20ഓളം കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. തമിഴ് ചലച്ചിത്ര നടൻ സേതുജി പിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ISC പ്രസിഡന്റ് D നടരാജൻ, ജനറൽ സെക്രട്ടറി R വിനോദ്, മോഹൻദാസ് ഗുരുവായൂർ, സയ്യിദ് അഫ്സോർ നാഷ്, വാസു കുറുങ്ങോട്ട തുടങ്ങിയവർ സംബന്ധിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നീ വിഭാഗങ്ങളിലാണ് അരങ്ങേറ്റം നടന്നത്. കലാമണ്ഡലം സരോജിനി, ദേവൻ അന്തിക്കാട്, ജോബി മാത്യു തുടങ്ങിയ നൃത്ത സംഗീത അധ്യാപകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഷാഹിദനി വാസു സ്വാഗതവും ഷർമിലി നന്ദിയും പറഞ്ഞു. കുട്ടികളും രക്ഷിതാക്കളും കലാ സാംസ്കാരിക പ്രവർത്തകരുമടക്കം നിരവധി പേർ സംബന്ധിച്ചു. മാമ്പഴ പ്രേമികളെ ആകർഷിച്ചുകൊണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാംഗോ മാനിയയ്ക്ക് തുടക്കമായി. ഇന്ത്യ അടക്കം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 150ഓളം തരം മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ടുകൊണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സംഘടിപ്പിച്ച മാംഗോ മാനിയ അബുദാബി അൽ വഹദ മാളിൽ ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം ഉദ്ഘാടനം ചെയ്തു. സുന്ദരി, പ്രിയോർ, ബെനിഷാൻ, കെസർ, നെട്ടൂരാൻ തുടങ്ങി നല്ല രുചിയും ഏറ്റവും കൂടുതൽ വിലയുമുള്ള അൽഫോൺസ് മാങ്ങയും ചക്കരഗുണ്ട്, റുമാനിയ, കാലാപ്പടി, ബാംഗ്ലൂർ നീലം, നാടൻ ഒട്ടുമാങ്ങ, മൂവാണ്ടൻ എന്നിങ്ങനെ ഇന്ത്യയിലെ 30 തരം മാമ്പഴങ്ങളാണ് മേളയിലെത്തിയിരിക്കുന്നത്. വിദേശികൾക്ക് ഇന്ത്യൻ മാമ്പഴത്തെ രുചിക്കാനും വൈവിധ്യമാർന്ന പലഹാരങ്ങൾ പരീക്ഷിക്കാനുമുള്ള വേദിയാകും മാംഗോ മാനിയ. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള മാങ്ങ പ്രസിദ്ധമാണ്. അതിവിടെ UAEയിൽ പ്രത്യേകിച്ചും ലുലു ഗ്രൂപ്പ് വളരെ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് പല വെറൈറ്റികൾ 150ഓളം വെറൈറ്റിയുള്ള മാങ്ങ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് ഒരു പ്രധാനമായ ഒരു കാര്യമാണ്. കേരളത്തിന് പുറമെ കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഒട്ടേറെ മാമ്പഴങ്ങളും മേളയിൽ ലഭിക്കും. 15 ദിവസം നീണ്ടുനിൽക്കുന്ന മാംഗോ മാനിയയിൽ മാമ്പഴ പുളിശ്ശേരി, മാങ്ങാ ചമ്മന്തി, മാങ്ങ ഇട്ടുവെച്ച മീൻകറി, മാമ്പഴ ബിരിയാണി, ഹൽവ, ജ്യൂസ്, സാലഡ്, കേക്ക്, പായസം തുടങ്ങി
മാമ്പഴങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷ്യവിഭവങ്ങളും പാകം ചെയ്യുകയും സന്ദർശകർക്ക് രുചിച്ചു നോക്കുവാനുമുള്ള അവസരവും ഉണ്ടാവും. ഇത് ഈ ഫെസ്റ്റിവൽ 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലാണ്. ഇവിടെ വിവിധ നമ്മളുടെ പാചക കേസരികൾ ഉണ്ടാക്കുന്ന വിവിധങ്ങളായ പാചകങ്ങൾ ഉണ്ടാക്കുന്നത് കാണാനും അത് രുചിച്ചറിയുവാനും കസ്റ്റമേഴ്സിന് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ കൂടാതെ ബ്രസീൽ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, തായ്ലൻഡ്, യമൻ, UAE, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മാമ്പഴങ്ങളും ഇവിടെ ലഭിക്കും. നീലൻ, സുന്ദരി, നെട്ടൂരാൻ, തത്തമ്മച്ചുണ്ടൻ, മൂവാണ്ടൻ, ചുങ്കിരി, ബങ്കനാപ്പള്ളി, സരോളി, ബോംബെ ഗ്രീൻ, ദാഷ്യഹരി, ഫസ്ലി, ഗുലാബ് ഖാസ്, ഹിംസാഗർ, തോട്ടാപൂരി, മല്ലിക, സഫേദി, തൈമൂർ ലാജ്, ഫുസ്നാര, ലക്നോവി, റുമാനി, അമ്രപാളി, മഞ്ചീര, പഞ്ചദാര കലാസ, രസഗോള, വൻരാജ, ജഹാംഗീർ, രാജ്പൂരി, ഗുസ്നാര തുടങ്ങി ഒട്ടേറെ മാമ്പഴങ്ങളും മാംഗോ മാനിയയിലെത്തുന്നവരെ ആകർഷിക്കുന്നു. മാമ്പഴ സത്തുകൊണ്ടുണ്ടാക്കിയ ഭീമൻ കേക്കും ശ്രദ്ധേയമായി. ഇന്ത്യൻ സ്ഥാനപതിയുടെ ഭാര്യ ദീപ സീതാറാം, MK ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ TP അബൂബക്കർ, ലുലുവിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥാനപതിക്കൊപ്പം മാമ്പഴ പ്രദർശനം കണ്ടു. ലുലുവിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും മാംഗോ ഫെസ്റ്റിവൽ ഉണ്ട്. UAE സർക്കാർ മേഖലയിലെ പ്രവർത്തന മികവിനുള്ള ഈ വർഷത്തെ മുഹമ്മദ് ബിൻ റാഷിദ് എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. UAE സർക്കാർ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന മുഹമ്മദ് ബിൻ റാഷിദ് ഗവൺമെന്റ് എക്സലൻസ് അവാർഡ് എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വിതരണം ചെയ്തു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഏറ്റവും കൂടുതൽ ജോലിക്കാർ ഉൾപ്പെടെ 16 അവാർഡുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചു. ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റിനുള്ള പുരസ്കാരം അജ്മാൻ പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സ് നേടി. ജോലിക്കാർക്കുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് അവാർഡുകൾ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഡോക്ടർ അബ്ദുള്ള ബിൻ സാഹു അൽ സുവൈദിയും ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സർഹാൻ അൽ മൗനിയും തുടങ്ങിയവരും നേടി. അവാർഡ് ദാന ചടങ്ങിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് സൈഫ് ബിൻ സായിദ് അൽ നഹ്യാനും UAE ആഭ്യന്തര മന്ത്രാലയത്തിലെയും ദുബായ് പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വർഷത്തെ +2 പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ അബുദാബി മോഡൽ സ്കൂളിന് 100% വിജയം. അബുദാബി മോഡൽ സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയ 82 വിദ്യാർത്ഥികളും ഉന്നത വിജയം കരസ്ഥമാക്കി. സയൻസ് വിഭാഗത്തിൽ 45 കുട്ടികളും കൊമേഴ്സ് വിഭാഗത്തിൽ 37 പേരുമാണ് പരീക്ഷയ്ക്കിരുന്നത്. 98.75% മാർക്ക് നേടി ഐഷ സൽമ അബ്ദുള്ള സയൻസ് വിഭാഗത്തിൽ UAE 2ാം സ്ഥാനം കരസ്ഥമാക്കി. കൊമേഴ്സ് വിഭാഗത്തിൽ 95% മാർക്ക് നേടി ഷാഹിന ബാനു UAE 2ാം സ്ഥാനത്തിന് അർഹയായി. ശിൽപ ടെറൻസ്, നഫ്ല നൌഷാദ്, അനശ്വര, നിഷ്മ എന്നിവർ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. തിളക്കമാർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ VV അബ്ദുൽ ഖാദറും മറ്റ് അധ്യാപകരും ചേർന്ന് ട്രോഫികളും മെഡലുകളും സമ്മാനിച്ചു. പ്രമുഖ നർത്തകിയായ ഡോക്ടർ നീന പ്രസാദിന്റെ ലാസിമുദ്ര മോഹിനിയാട്ടം അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ അരങ്ങേറി. അബുദാബി ശക്തി തിയേറ്റേഴ്സ് കേരള സോഷ്യൽ സെന്ററിൽ സംഘടിപ്പിച്ച ലാസ്യമുദ്രയിൽ പ്രശസ്ത നർത്തകി ഡോക്ടർ നീന പ്രസാദ് മോഹിനിയാട്ടം അവതരിപ്പിച്ചു. ഡോക്ടർ നീന പ്രസാദിനോടൊപ്പം പിന്നണിയിൽ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരി വായ്പാട്ടും വൈപ്പിൻ സതീഷ് മൃദംഗവും മുരളീകൃഷ്ണൻ വീണയും തൃശൂർ കൃഷ്ണകുമാർ ഇടക്കയും വായിച്ചു. ലാസ്യമുദ്രയ്ക്ക് മുന്നോടിയായി നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം മുഖ്യാതിഥിയായിരുന്നു. ശാസ്ത്രീയ കലകളെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഇവിടുത്തെ സംഘടനകൾ ചെയ്യുന്ന സേവനം മഹത്തരമാണ്. ഇതുപോലെയുള്ള പരിപാടികളിലൂടെ ഭാരതത്തിന്റെ കലാ സാംസ്കാരിക പൈതൃകം വിദേശികളിലേക്ക് കൂടി എത്തിക്കാനാവും. കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. സ്റ്റൈൽ ദിവയുടെ നേതൃത്വത്തിൽ അബുദാബിയിൽ സംഘടിപ്പിച്ച ഫേസ്ബുക്ക് കൂട്ടായ്മ ശ്രദ്ധേയമായി. ഫേസ്ബുക്ക് കൂട്ടായ്മയായ സ്റ്റൈൽ ദിവയുടെ നേതൃത്വത്തിൽ അബുദാബിയിലെ ലേ മെറിഡിൻ ഹോട്ടലിൽ വെച്ച് നടന്ന പേഴ്സണാലിറ്റി ആൻഡ് ടാലന്റ് കോൺടെസ്റ്റിൽ നിരവധി പേർ പങ്കെടുത്തു. മത്സരത്തോടനുബന്ധിച്ച് അംഗങ്ങളുടെ കലാപരിപാടികൾ നടന്നു. ഇത് അംഗങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള മികച്ച അവസരമായിരുന്നുവെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ജോണിയ മാത്യു അമൃത ന്യൂസിനോട് പറഞ്ഞു. We try to bring out the talents and promote their businesses and help them to interact socially. Today's event was Style Diva Personality Contest, wherein they got a chance to walk the ramp, talk on stage and showcase their talents. സ്റ്റൈൽ ദിവയിലെ 100 കണക്കിന് അംഗങ്ങൾ പങ്കെടുത്ത പരിപാടികൾക്ക് പ്രോഗ്രാം കോർഡിനേറ്ററായ ജോണിയ മാത്യുവും ILA പ്രസിഡന്റ് പുഷ്പ ശ്രീവാസ്തവയും മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി.
മേക്കപ്പ് എന്ന കലയിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ബഹുമുഖ പ്രതിഭയായ ക്ലിൻഡു പവിത്രനാണ് ഇത്തവണ ക്യാപിറ്റൽ ക്യാൻവാസിൽ. ക്ലിൻഡു പവിത്രൻ എന്ന പേര് UAE-യിലെ യുവജനോത്സവ വേദികളിലും നാടകരംഗത്തും ഏറെ പരിചിതമാണ്. അണിയറ പ്രവർത്തകനായി തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ ബഹുമുഖ പ്രതിഭയെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ക്യാപിറ്റൽ ക്യാൻവാസ്. ഗൾഫിലെ കലാരംഗത്ത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്നവരാണ് മേക്കപ്പ് കലാകാരന്മാർ. എന്നാൽ നാട്ടിലെ പോലെ തന്നെ വീറും വാശിയുമുള്ള യുവജനോത്സവങ്ങളും നാടക മത്സരങ്ങളും ഗൾഫിലും സജീവമായതോടെ മേക്കപ്പ് കലാകാരന്മാർ തങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രവാസ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടിട്ട് അധികമായില്ല എങ്കിലും ഈ രംഗത്ത് ഇതിനോടകം മികവ് തെളിയിച്ചു കഴിഞ്ഞു ക്ലിൻഡു പവിത്രൻ എന്ന ഈ പ്രവാസി കലാകാരൻ. ചിത്രകലയിൽ ഡിപ്ലോമ നേടി 14 വർഷക്കാലം കണ്ണൂർ പഴയങ്ങാടി വാദിഹുദയിൽ അധ്യാപകനായി ജോലി ചെയ്തതിന് ശേഷമാണ് ക്ലിൻഡു പവിത്രൻ ഗൾഫിലേക്ക് ചേക്കേറുന്നത്. ചിത്രകലാ അധ്യാപകനായി ജീവിതം തുടങ്ങിയ ക്ലിൻഡു കലാരംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചതോടൊപ്പം മേക്കപ്പ് എന്ന കലയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. നാട്ടിൽ കിട്ടുന്ന അതിനേക്കാൾ പ്രോത്സാഹനം ഇവിടെ ഈ വിദേശത്ത്, അതായത് UAE-യിൽ പ്രത്യേകിച്ച് ലഭിക്കുന്നുണ്ട് കലാകാരന്മാർക്ക്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. UAE-യിലെ യുവജനോത്സവങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുട്ടികൾക്ക് വിവിധ കലാ നൃത്ത മത്സരങ്ങൾക്ക് മേക്കപ്പും വേഷവിധാനങ്ങളും ഒരുക്കുന്നതോടൊപ്പം ഇവിടെ നടത്തുന്ന താരനിശകൾക്കായി നാട്ടിൽ നിന്നെത്തുന്ന കലാകാരന്മാർക്ക് മേക്കപ്പ് ചെയ്തു വരുന്നതും ക്ലിൻഡു പവിത്രൻ തന്നെയാണ്. പ്രമുഖരായ ചലച്ചിത്ര താരങ്ങൾ, മിമിക്രി, നാടക കലാകാരന്മാർ എന്നിങ്ങനെ ക്ലിൻഡുവിൻ്റെ പാൻകേക്കും ബ്രഷും സ്പർശിക്കാത്ത മുഖങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. 2011-2012 വർഷങ്ങളിൽ അബുദാബി മലയാളി സമാജത്തിൻ്റെ നാടക മത്സരങ്ങളിൽ ക്ലിൻഡുവിൻ്റെ ചമയത്തിന് പുരസ്കാരം നേടാനായി. അതുപോലെ തുടർച്ചയായി കഴിഞ്ഞ 2 വർഷവും അബുദാബി കേരള സോഷ്യൽ സെന്ററിൻ്റെ ഭരത് മുരളി നാടകോത്സവത്തിലും മേക്കപ്പിനുള്ള അവാർഡ് ക്ലിൻഡുവിനെ തേടിയെത്തി. ഇവിടെ എത്തിയതിന് ശേഷം അബുദാബി ശക്തി, അലൈൻ മലയാളി സമാജം, ദലാ ദുബായ്, അതുപോലെ തന്നെ കനൽ ഷാർജ, മലയാളി സമാജത്തിൻ്റെ തന്നെ മറ്റ് സംഘടനകൾ, കല അബുദാബി, ഇവരെയൊക്കെ നാടകങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലേക്കാൾ ഒട്ടനവധി വേദികൾ ഇവിടെ കിട്ടുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നരീക്കാംപള്ളി സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോൾ അബുദാബി മുസഫയിലെ തരംഗ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. 1989 മുതൽ 2011 വരെ ഫാൻസി ഡ്രസ്, ടാബ്ലോ, നാടകം എന്നിവയ്ക്ക് മേക്കപ്പ് നിർവഹിച്ചു. മേക്കപ്പ് ആർട്ടിസ്റ്റ്, പെയിന്റർ, ചിത്രകാരൻ, നടൻ, കലാസംവിധായകൻ, നാടക സംവിധായകൻ, അധ്യാപകൻ എന്നീ രംഗങ്ങളിലെല്ലാം ക്ലിൻഡു തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. പ്രവാസികൾ വിൽപ്പത്രം എഴുതുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും അഡ്വക്കേറ്റ് സാബു വിതുര ക്യാപിറ്റൽ ടിപ്സിൽ വിശദീകരിക്കുന്നു. ഒരാൾ തൻ്റെ മരണത്തിന് ശേഷം അയാളുടെ സ്വത്തുക്കൾ എങ്ങനെ വിഭജിക്കണമെന്നും അത് ആർക്കൊക്കെ പോകണമെന്നും എഴുതി വയ്ക്കുന്ന ഒരു ഡിക്ലറേറ്ററി സ്റ്റേറ്റ്മെൻറ്റാണ് ബിൽ എന്ന് പറയുന്നത്. ആ ബില്ല് എഴുതുന്നതിനെ സംബന്ധിച്ച് ഒരാൾ അതിൽ ഏതൊക്കെ അസറ്റിനെ സംബന്ധിച്ചാണ്, ഏത് രീതിയിലാണ് ബില്ല് എഴുതേണ്ടതിനെ സംബന്ധിച്ച് ഒരാൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. UAE സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സ്വദേശിയായ ആളായിരുന്നാലും വിദേശിയായ മറ്റു മതവിഭാഗക്കാരായിരുന്നാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളിൻ്റെ സ്വത്ത് ഷെറിയ ലോ അല്ലെങ്കിൽ മുസ്ലിം ലോ അനുസരിച്ചാണ് സക്സഷൻ അല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ ഒരു നോൺ മുസ്ലിമായിട്ടുള്ള ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വത്തുക്കൾ എങ്ങനെ പോകണമെന്ന് ഒരു വിൽ പ്രകാരം എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. UAE സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായി ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മറ്റു രാജ്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ UAE നാഷണൽ അല്ലാത്ത താമസിക്കുന്ന നോൺ മുസ്ലിംസിനെ സംബന്ധിച്ച് വില്ല് എഴുതി വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ആ മാർഗനിർദ്ദേശത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതുണ്ട്. UAE സംബന്ധിച്ചിടത്തോളം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുക്കൾ, അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, മറ്റ് ട്രാൻസാക്ഷൻ എല്ലാം തന്നെ ഫ്രീസ് ചെയ്യപ്പെടുന്നതാണ്. ഈ വില്ല് ഇതനുസരിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഈ വില്ല് എഴുതി വയ്ക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു വില്ലിനെ സംബന്ധിച്ച് അയാളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ ഷെയർ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും ഷെയർ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച്, അതുപോലെ തന്നെ ലാൻഡ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്പാർട്ട്മെൻറ്റുകളോ അങ്ങനെ ഉണ്ടാകുന്ന സ്ഥാവര ജംഗമ സ്വത്തുക്കൾ, അല്ലെങ്കിൽ ജ്യുവൽസ് തുടങ്ങിയ മൂവബിൾ സാധനങ്ങൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ച് ഒരു വില്ല് എഴുതി വയ്ക്കാവുന്നതും അതിൻ്റെ ബെനിഫിഷ്യറീസിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ പറയാവുന്നതുമാണ്. ഇതുകൂടാതെ ഇന്ത്യൻ വില്ലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ വില്ലിനാണെങ്കിൽ നമുക്ക് സബ് രജിസ്റ്റർ ഓഫീസിൽ പോയി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് ചെയ്താൽ മതി. ഓറലോ റിട്ടണോ ആവാം, പക്ഷേ എപ്പോഴും എഴുതി വയ്ക്കുന്ന ഒരു വില്ലായിരിക്കും എപ്പോഴും അഭികാമ്യം. UAE താമസിക്കുന്ന ഒരു വിദേശിയെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്കാർ അവരുടെ കൗൺസിലേറ്റ്, ദുബൈയിലാണെങ്കിൽ കൗൺസിലേറ്റ്, അബുദാബിയിലാണെങ്കിൽ എംബസിയിൽ പോയി അവരുടെ എഴുതിയ ബില്ല് എഴുതുന്നയാൾ കൗൺസിലറുടെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ 2 വിറ്റ്നസ് നിർബന്ധമായും അതിൽ ഒപ്പിട്ടിരിക്കണം. ഭാഷയെ സംബന്ധിച്ച് ഇംഗ്ലീഷ്, അറബിക്കാണ് ഏറ്റവും നല്ലത്. പിന്നീട് വേണമെങ്കിലും അത് എല്ലാ സിഗ്നേച്ചർ ഫോർമാലിറ്റീസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും അറ്റസ്റ്റ് ചെയ്താൽ മതിയാവുന്നതാണ്. എംബസിയിൽ എഴുതുന്ന വില്ലുകൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ എഴുതുന്ന വില്ലിന് തുല്യമാണ്. UAE സിവിൽ കോഡിലും പേഴ്സണൽ ലോയിലും ഫോറിൻ വില്ലുകൾ അക്സെപ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എഴുതുന്ന വില്ലുകൾ UAE കോടതികളിലും UAE ഇത് വാലിഡാണ്. UAE ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ സ്വത്തുക്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഷെറിയ ലോ അല്ലെങ്കിൽ മുസ്ലിം ലോസിൻ്റെ ക്ലച്ചസിൽ വരാതിരിക്കുന്നതിനും, ഒരാൾ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ സ്വത്ത് വിതരണത്തെ സംബന്ധിച്ചുള്ള ഡിലേ ഒഴിവാക്കുന്നതിനും ഒരു വിദേശിയായ ഒരാൾ, UAE താമസിക്കുന്ന ഒരാൾ നിർബന്ധമായും വില്ല് എഴുതി വയ്ക്കേണ്ടതാണ്. സ്ത്രീകളുടെ സൗന്ദര്യ സങ്കല്പങ്ങളുടെ പുത്തൻ ട്രെൻഡുമായി ക്യാപിറ്റൽ ലൈഫ്. ടീനേജേഴ്സിനിടയിൽ വളരെ ട്രെൻഡിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ലെയർ കട്ടിംഗ്. ഇന്ന് ക്യാപിറ്റൽ ലൈഫിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലെയർ കട്ടിംഗ് ആണ്. കസ്റ്റമർ ആവശ്യപ്പെടുന്ന സൈസിലും അവരുടെ മുടിയുടെ നീളത്തിന് അനുയോജ്യമായ രീതിയിൽ മുടി മുറിച്ച് ഷേപ്പ് ചെയ്തെടുക്കുന്ന ലെയർ കട്ടിങ്ങിന് ആദ്യം മുടി ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണം. പിന്നീട് മുടി വിവിധ പാർട്ടുകളായി തിരിച്ച് കസ്റ്റമറുടെ മുഖത്തിനും ആകാരത്തിനും ചേരുന്ന വിധം മുടിയുടെ നീളം കൂട്ടിയും കുറച്ചും വിവിധ അളവുകളിൽ മുറിച്ചെടുക്കും. വണ്ണമുള്ളവർക്ക് നീളം കൂട്ടിയും സ്ലിം ആയവർക്ക് നീളം കുറച്ചുമാണ് മുടി മുറിക്കുക. ഇത് മുഖം കൂടുതൽ ആകർഷകമാക്കാൻ സഹായിക്കും.
ലൈഫ് സ്റ്റൈലിലെ പുതിയ ട്രെൻഡുകളുമായി നമുക്ക് വീണ്ടും കാണാം. അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം agin@amruthatv.com